നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷ, അതായത് LD ടൈപ്പിസ്റ്റ് 2026 മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സിലബസിൽ വളരെ നിർണായകമായി കൊടുത്തേക്കുന്ന ഒരു മേഖലയാണ്. 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ്, 40 മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്ന മേഖല. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ടോപ്പിക്കുകൾ എങ്ങനെ പഠിക്കണം, ഏത് മേഖലയിൽ നിന്ന് ആദ്യം പഠിച്ചു തുടങ്ങണം എന്ന ഒരു ധാരണ നിങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് സിലബസ്. ആ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 20 മാർക്ക്, അങ്ങനെ മൊത്തം 100 മാർക്കാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ടൈപ്പ് റൈറ്റിംഗും ഈ പറയുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗുമാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ബേസ് ആയി നമ്മൾ ഈ പറയുന്ന KGTA പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസ് ആയി പഠിക്കുന്ന ഒരു മേഖലയാണല്ലോ ടൈപ്പ് റൈറ്റിംഗ്. ഈ ടൈപ്പ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ ആണ്. ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്ന ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ആരാണ് കണ്ടെത്തിയത്, അതിനാദ്യമായിട്ട് പേറ്റന്റ് റൈറ്റ് നേടിയത് ആരാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്ന മേഖലയിൽ പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് ടൈപ്പ് റൈറ്ററിലെ പ്രധാനപ്പെട്ട കീസ് ഏതൊക്കെയാണ്, ദെൻ പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ടൈപ്പ് റൈറ്ററിന്റെ ഓരോ ഭാഗങ്ങളും, കാരേജ് എന്താണ്, റാക്ക് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ദെൻ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, ഒരു ടൈപ്പ് റൈറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസ് ആയിട്ട് അറിയേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണല്ലോ ടൈപ്പ് റൈറ്ററിന്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രധാനപ്പെട്ട മെഷീനുമായി ബന്ധപ്പെട്ട വസ്തുതയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്ന മെഷീൻ ആരാണ് കണ്ടെത്തിയത്. ഉത്തരം വില്യം ഹെൻറി മിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടൈപ്പ് റൈറ്റർ മെഷീൻ കണ്ടെത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ ഹെൻറി മിൽ ഏത് വർഷമാണ് ടൈപ്പ് റൈറ്റർ മെഷീൻ കണ്ടെത്തിയത്? അത് 1714 ടൈപ്പ് റൈറ്റർ മെഷീൻ ആര് കണ്ടെത്തുന്നത്? ഹെൻറി മിൽ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം കണ്ടെത്തുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ കണ്ടെത്തിയ ആളുടെ പേര് വില്യം ഹെൻറി മിൽ എന്നാണ്. ഈ വില്യം ഹെൻറി മില്ല് ടൈപ്പ് റൈറ്റർ കണ്ടെത്തിയ വർഷം 1714. മൂന്നാമത്തെ വസ്തുത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്, ഈ ഹെൻറി മില്ല് തന്നെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീന് പേറ്റന്റ് റൈറ്റ് കരസ്ഥമാക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് മെഷീന് പേറ്റന്റ് റൈറ്റ്, നമ്മൾ പറയും കോപ്പി റൈറ്റ്, പേറ്റന്റ് റൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ പേറ്റന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും, ഇപ്പൊ നമ്മൾ പറയുന്ന ഏതൊരു വ്യക്തിത്വം ആയിക്കോട്ടെ, ബൾബ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ബൈസൈക്കിൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ പേന കണ്ടുപിടിക്കുന്നു, എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ഒരു വ്യക്തിത്വമായിരിക്കുമല്ലോ അതിലെ കാരണക്കാരൻ. അപ്പൊ അങ്ങനെ ആ കാരണക്കാരനാകുന്ന വ്യക്തി ആരാണോ അദ്ദേഹം അതിന്റെ പേറ്റന്റ് റൈറ്റ് കൂടി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഹെൻറി മിൽ എന്നറിയപ്പെടുന്ന വ്യക്തി ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കരസ്ഥമാക്കി? പേറ്റന്റ് റൈറ്റ് കരസ്ഥമാക്കി. ഇത് മുൻകാല വർഷ ചോദ്യങ്ങളാണ്. ദ ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെന്റഡ് ബൈ വില്യം ഹെൻറി മില്ല്. ഇയർ ഹെൻറി മിൽ ഇൻവെന്റഡ് ദി ടൈപ്പ് റൈറ്റർ. ഏത് വർഷമാണ് ഈ പറഞ്ഞ വില്യം ഹെൻറി മിൽ എന്നറിയപ്പെടുന്ന വ്യക്തി ടൈപ്പ് റൈറ്റർ മെഷീൻ കണ്ടെത്തുന്നത്? അത് 1714. അതിനുശേഷം നമ്മൾ പറഞ്ഞു നിൽക്കുന്ന വസ്തുത, ഫസ്റ്റ് പേറ്റന്റ് ഫോർ എ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഓൺഡ് ബൈ, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീന് പേറ്റന്റ് കരസ്ഥമാക്കിയ വ്യക്തിത്വത്തിന്റെ പേര് ഹെൻറി മിൽ എന്നാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒരു കമ്പനിയെ പറ്റി നമ്മൾ പഠിക്കണം. ഈ കമ്പനിയുടെ പേരാണ് റെമിംഗ്ടൺ കമ്പനി. നമ്മൾ ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ധാരാളം കമ്പനികളുണ്ട്. ഈ പറഞ്ഞ ഗോദ്രേജ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ധാരാളം കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് റെമിംഗ്ടൺ കമ്പനി. ഈ പറഞ്ഞ റെമിംഗ്ടൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് വസ്തുത, ദ ഇയർ ദ റെമിംഗ്ടൺ കമ്പനി ഫസ്റ്റ് മാനുഫാക്ചേർഡ് ദി ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്റർ ആദ്യമായി ഉൽപ്പാദിപ്പിച്ച കമ്പനിയുടെ പേര് അത് റെമിംഗ്ടൺ കമ്പനി എന്നാണ്. അവർ ഏത് വർഷമാണ് ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉൽപ്പാദിപ്പിച്ചത്? അത് 1873. അപ്പൊ 1873 റെമിംഗ്ടൺ കമ്പനി എന്നറിയപ്പെടുന്ന കമ്പനിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ മെഷീൻ ആദ്യമായി
മാനുഫാക്ചർ ചെയ്ത കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് റെമിംഗ്ടൺ കമ്പനിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. ഈ പറയുന്ന റെമിംഗ്ടൺ കമ്പനിയുമായി കണക്ട് ചെയ്തല്ല, മറിച്ച് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ മെഷീൻ വരണമല്ലോ. ദ ഇയർ ഇൻ വിച്ച് ദ ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ അവതരിപ്പിച്ച വർഷം അത് 1876. അപ്പൊ 1876 സമയത്ത് വിദേശികളായിട്ടുള്ള ആളുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ 1876 എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആ സമയത്ത് ഉപയോഗിച്ച ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്തത് ദ ഇയർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം 1962 1962 ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 അറിയാം. അതിനുശേഷം 1962 ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത് 1962. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ സംവിധാനമാണല്ലോ ദേവനാഗരി സ്റ്റാൻഡേർഡ്. ഈ ദേവനാഗരി സ്റ്റാൻഡേർഡിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദേവനാഗരി ടൈപ്പ് റൈറ്റർ ഹാസ് 46 കീസ്, അതായത് 46 കീകളാണ് ഇതിനകത്തുള്ളത്, ദേവനാഗരി ടൈപ്പ് റൈറ്ററിനകത്തുള്ളത്. ഈ പറയുന്ന 46 കീ ഉപയോഗിച്ച് 92 ലെറ്റേഴ്സ് 92 ലെറ്റേഴ്സും അതിന്റെ സിമ്പിൾസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതും മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മുൻകാല വർഷ ചോദ്യങ്ങളെല്ലാം പഠിച്ച് ആ ഒരു കണ്ടന്റ് നമ്മൾ കവർ ചെയ്ത് പോകുമ്പം സിലബസിൽ ഓരോ ടോപ്പിക്കും ഇങ്ങനെ തീർത്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ബിഗാൻ എന്ന് മുതലാണ് ഈ പറഞ്ഞ ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം തുടങ്ങുന്നത് എന്നാണ് ചോദിച്ചാൽ അത് 1870. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായത് ഇതേ മോഡൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ കവർ ചെയ്ത് പ്രധാനപ്പെട്ട ഒരു 25 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 25 ടൈപ്പ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് തീർന്നു. അപ്പൊ അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിലെ ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുക? തീർത്ത് പോവുകയാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ക്യുവർട്ടി കീബോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിലായിക്കോട്ടെ, അവിടെ ഈ പറയുന്ന ഓരോ ലെറ്റേഴ്സും അറേഞ്ച് ചെയ്തേക്കുന്നത് QWERTY ആ ഒരു ഓർഡറിലല്ലയോ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ക്യുവർട്ടി കീബോർഡ് സംവിധാനത്തിലൂടെ ടൈപ്പ് റൈറ്റർ ബിൽഡ് ചെയ്ത ആരും ചോദിച്ചാൽ അത് ഷോൾസ് ആണ്. ക്രിസ്റ്റഫർ നദം ഷോൾസ് എന്നറിയപ്പെടുന്ന ഷോൾസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ക്യുവർട്ടി കീബോർഡ് ടൈപ്പ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത്. അത് മുൻകാല വർഷ ചോദ്യമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 ചോദ്യം നിങ്ങൾ ഉറപ്പായും പഠിക്കണം. ഒന്ന്, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞായിരുന്നല്ലോ, റെമിംഗ്ടൺ കമ്പനി. ഈ റെമിംഗ്ടൺ കമ്പനിയുമായി കണക്ട് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ദ ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ ടു ഫീച്ചർ ദി ഷിഫ്റ്റ് കീ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീ ആണല്ലോ ഷിഫ്റ്റ് കീ. ഈ ഷിഫ്റ്റ് കീയുടെ ഫീച്ചർ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് റെമിംഗ്ടൺ നമ്പർ 2 ആണ്. റെമിംഗ്ടൺ നമ്പർ 2 എന്നറിയപ്പെടുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലാണ് ആദ്യമായിട്ട് ഷിഫ്റ്റ് കീ ഫീച്ചർ ആഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം അത് 1896. അപ്പൊ യൂണിവേഴ്സൽ കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന അത് 1896. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അടുത്തത് ഈ പറയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്തത് ആരെന്നാ പറഞ്ഞേ? ഹെൻറി മിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ദ ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെന്റഡ് ബൈ ഹെൻറി മിൽ ആൻഡ് വാസ് ലേറ്റർ ഡെവലപ്ഡ് ബൈ, അത് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത് ആരൊക്കെയാ? അത് ഷോൾസും
ഗ്ലിഡനും സോൾ ആൻഡിയോസ് എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ഇന്ന് കാണപ്പെടുന്ന പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് എന്നറിയപ്പെടുന്ന ആശയത്തിലേക്ക് വരുന്നത് എന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ റെമിംഗ്ടൺ കമ്പനി കൂടാതെ ധാരാളം കമ്പനികൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ്. പ്രധാനപ്പെട്ട ടൈപ്പ് റൈറ്റർ മാനുഫാക്ചറിംഗ് കമ്പനീസ് ആണ് റെമിംഗ്ടൺ ആൻഡ് സൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനി, റോയൽ ഒലിവർ എന്നറിയപ്പെടുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, IBM, അണ്ടർവുഡ്, ഇമ്പീരിയൽ, സ്മിത്ത് കൊറോണ, ദെൻ ഗോദ്രേജ് തുടങ്ങിയിട്ടുള്ള ധാരാളം കമ്പനികൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന കമ്പനികളെല്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മാനുഫാക്ചർ ചെയ്ത കമ്പനികളാണ്. ഇനി ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ബേസ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൈൻഡ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ടൈപ്പ് റൈറ്ററിന്റെ ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ എത്ര വിധത്തിലാണുള്ളത്. there are two types of അല്ലെങ്കിൽ there are two kinds of ടൈപ്പ് റൈറ്റർ. രണ്ട് തരത്തിലാണ് ടൈപ്പ് റൈറ്റർ ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററും മറ്റൊന്ന് പോർട്ടബിൾ ടൈപ്പ് റൈറ്ററും. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പോർട്ടബിൾ അപ്പൊ നമ്മൾ പറയുമ്പം നമുക്ക് ഈസി ടു ക്യാരി എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അത് ഈസി ടു ക്യാരിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലോ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഇതെല്ലാം പോർട്ടബിളാണ്. ഓക്കെ, ദെൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം, നമ്മൾ പറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ, ഈ പറഞ്ഞ CPU മോണിറ്ററും ഒക്കെ ഉള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ നമുക്ക് എല്ലായിടത്തും കൊണ്ടുനടക്കാൻ പറ്റുമോ? അപ്പം രണ്ട് തരത്തിലാണ് ടൈപ്പ് റൈറ്റർ ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ, മറ്റൊന്ന് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. ഇത് പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററും പോർട്ടബിൾ ടൈപ്പ് റൈറ്ററും. ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്താണ്? സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസസ്. വേറെ ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി, ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൈപ്പ് റൈറ്ററിനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന പട്ടാളക്കാരുടെ മാത്രമല്ല, പഴയകാല സിനിമകളൊക്കെ കാണുന്ന സമയത്ത് പട്ടാളക്കാർ, ഈ പറയുന്ന ആർമി ജവാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകരാജ്യങ്ങളിലെ മുഴുവൻ ആർമിക്കാരും ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇല്ല, അന്നത്തെ സമയത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന പോർട്ടബിൾ, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ അല്ല, മറിച്ച് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കും. അതായത് ഈ പറയുന്ന തോളിലൊക്കെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സീൻ നമ്മൾ ഈ മലയാള സിനിമയിലായിക്കോട്ടെ, ഈ പറഞ്ഞ മറ്റു സിനിമകളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അവിടെ പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ ആർ യൂസ്ഡ് ഫോർ ക്യാമ്പ് പർപ്പസ്. ഈ ക്യാമ്പ് പർപ്പസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അവിടെ ഒരു ആർമി ക്യാമ്പ് എന്നല്ല ഉദ്ദേശിച്ചേക്കുന്നത്, മറിച്ച് ക്യാമ്പ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് ആൻഡ് ക്യാരിയിങ് ടു വേരിയസ് പ്ലേസസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, നോക്കൂ, നമ്മൾ ഈ പട്ടാളക്കാർ ചെയ്യുന്ന എന്താ, ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് പോവുക. അതേപോലെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ അറിയപ്പെടുന്ന പേര് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം there are two kinds of ടൈപ്പ് റൈറ്റർ, സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ആൻഡ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. ഈ ഒരു മേഖലയിൽ നിന്ന് ധാരാളം തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, പഠിച്ച് തന്നെ പോകണം. ഇനി ഈ കഴിഞ്ഞ 2024 നടത്തിയ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് സൈസ് ടൈപ്പ് റൈറ്റർ ആർ യൂസ്ഡ് ഫോർ ക്യാമ്പ് പർപ്പസ്. 4 ഓപ്ഷൻ കൊടുത്തേപ്പോണ്ട്, സ്റ്റാൻഡേർഡ്, നോയ്സ്ലെസ്, പോർട്ടബിൾ, ഇലക്ട്രിക്കൽ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, വളരെ വ്യക്തമായി പഠിച്ചു. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും, 2024 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഡാഷ് സൈസ് ടൈപ്പ് റൈറ്റർ ആർ യൂസ്ഫുൾ ഫോർ ക്യാമ്പ് പർപ്പസ്. ക്യാമ്പ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിന്റെ സൈസ് സ്റ്റാൻഡേർഡ് ആണോ, നോയ്സ്ലെസ് ആണോ, അതോ പോർട്ടബിൾ ആണോ, ഇലക്ട്രിക്കൽ ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാമ്പ് പർപ്പസ് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആൻസർ എന്താണ്? ഈസി ടു ക്യാരി, കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാ ആൻസർ ആയിട്ട് വരേണ്ടത്. അത് പോർട്ടബിൾ ആണ്. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റ് ഇതാണ്. അടുത്ത മറ്റൊരു പ്രധാന 2024 നടത്തിയ മറ്റൊരു പരീക്ഷാ ചോദ്യം ഇതാണ്. ദ ക്യുവർട്ടി കീബോർഡ് ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെന്റഡ് ബൈ. അതായത് ടൈപ്പ് റൈറ്റർ കീബോർഡ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ആരാ കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അത് ഹെൻറി മില്ലാണ്. എന്തായാലും ഓപ്ഷൻ എ വരത്തില്ലല്ലോ, ഹെൻറി മില്ല് വരത്തില്ല. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്യുവർട്ടി ടൈപ്പ് റൈറ്റർ കണ്ടെത്തിയത് ഷോൾസ് ആണ്, ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ക്യുവർട്ടി കീബോർഡ്
ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്തത്? അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇങ്ങനെ പഠിച്ചു പോവുക, റിവൈസ് ചെയ്ത് പോവുക. ഇനി 2026 വരെ നടത്തിയ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ടൈപ്പ് റൈറ്റിംഗ് എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് കൊമേഴ്സ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെന്റഡ് ബൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യുവർട്ടി ടൈപ്പ് റൈറ്റർ ഇംപ്ലിമെന്റ് ചെയ്തതും ലോകത്തിൽ ആദ്യമായിട്ട് സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ എന്തിനു വേണ്ടി, വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ കണ്ടക്ട് ചെയ്ത് ആരും ചോദിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് കൊമേഴ്സ്യൽ ടൈപ്പ് റൈറ്റർ സക്സസ്ഫുൾ ആയിട്ട് ഇൻവെന്റ് ചെയ്തത് അത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റ് തന്നെ, ഹൗ മെനി ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ ആർ ദെയർ. നമ്മുടെ ഈ പറയുന്ന ഇവിടെ എടുത്താലും എത്ര തരത്തിലാണ് പ്രധാനമായിട്ടും ടൈപ്പ് റൈറ്റർ ഉള്ളത്? ദെയർ ആർ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ. ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റാൻഡേർഡ്, മറ്റൊന്ന് പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്തത് പോർട്ടബിൾ സൈസ് ടൈപ്പ് റൈറ്റർ ആർ യൂസ്ഡ് ഫോർ ക്യാമ്പ് പർപ്പസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പോർട്ടബിൾ സൈസ് ടൈപ്പ് റൈറ്റർ എന്തിനു വേണ്ടിയാ, പർപ്പസ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ക്യാമ്പ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഉണ്ട്, അത് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടി, ഓഫീസ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ക്യാമ്പ് പർപ്പസിന് വേണ്ടി, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്, ഈ പോർട്ടബിൾ സൈസ് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാറുള്ളത്. അടുത്തത് ദ ഡിസൈനർ ഓഫ് മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ്. മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ മലയാളം കീബോർഡ്, അതായത് മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് ആരും ചോദിച്ചാൽ അത് NS പണ്ടാല. അപ്പൊ ഇങ്ങനത്തെ ഒക്കെയുള്ള 2016 പരീക്ഷയാണ്. 2016 വരെ 2026 വരെ വിവിധ മത്സര പരീക്ഷ, 2016 അല്ല 2026 വരെ വിവിധ മത്സര പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സോൾവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ബാച്ചിൽ പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ്, ഇതേപോലുള്ള ഈ പറയുന്ന വേർഡ് പ്രോസസ്സിങ്ങിന്റെ, ടൈപ്പ് റൈറ്റിംഗിന്റെ, ഇംഗ്ലീഷിന്റെ, മലയാളത്തിന്റെ നമ്മുടെ സിലബസിൽ എന്തെല്ലാം സിലബസ് കണ്ടന്റ് കൊടുത്തേപ്പോണ്ടോ അതിന്റെ എല്ലാം ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കും എല്ലാ ദിവസവും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള വീഡിയോ ക്ലാസ്, PDF നോട്ട്, ദെൻ എല്ലാ ദിവസവും ഡെയിലി എക്സാം. ഇതാണ് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചർ. പുതിയ ബാച്ചിൽ, ന്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7012873588 എന്നറിയപ്പെടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, സ്മാൾ സൈസ് ടൈപ്പ് റൈറ്റർ ഈസ് കാൾഡ്. സ്മാൾ സൈസ് ടൈപ്പ് റൈറ്ററിനെ അറിയപ്പെടുന്ന പേരെന്താ? പോർട്ടബിൾ. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററിന്റെ സൈസ് വലുതായിരിക്കുമല്ലോ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പം സ്മാൾ സൈസ് ടൈപ്പ് റൈറ്ററിനെ അറിയപ്പെടുന്ന പേരാണ് പോർട്ടബിൾ. Then the Remington company manufactured their first typewriter in the year. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. Remington കമ്പനി അവരുടെ ആദ്യത്തെ ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്ത വർഷം അത് 1873. അടുത്തത് ഫസ്റ്റ് കൊമേഴ്സ്യൽ ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്. ലോകത്തിൽ ആദ്യമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ടൈപ്പ് റൈറ്റർ ഇൻവെന്റ് ചെയ്ത വർഷം അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1870. 1873 റെമിംഗ്ടൺ കമ്പനി അവരുടെ ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്യുന്നത്. അടുത്തത് എ ടൈപ്പ് റൈറ്റർ ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ. എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാ, ഒരു ടൈപ്പ് റൈറ്ററിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു ടൈപ്പ് റൈറ്ററിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഷാസിസ് നമ്പറും അതിന്റെ മേക്കേഴ്സ് നെയിം കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടൈപ്പ് റൈറ്റർ എന്താണ് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ഷാസിസ് നമ്പറും അതിന്റെ മേക്കേഴ്സ് നെയിമുമാണ്. അടുത്തത് ഹു ഇൻവെന്റഡ് ദി ഫസ്റ്റ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. ആരാണ് ലോകത്തിൽ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇൻവെന്റ് ചെയ്തത്? അത് ഹെൻറി മില്ലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്തത് ദ ഇൻവെന്റർ ഓഫ് കാർബൺ പേപ്പർ. നമ്മൾ ആ ഒരു ടോപ്പിക് എടുത്തില്ല. കാർബൺ പേപ്പർ കണ്ടെത്തിയത് ആരും ചോദിച്ചാൽ അതിനുത്തരം പെല്ലിഗ്രിനോ ട്യൂറി ആണ് കാർബൺ പേപ്പർ കണ്ടെത്തിയത്. ദെൻ വിച്ച് ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ദേവനാഗരി ടൈപ്പ് റൈറ്റർ. ദേവനാഗരി ടൈപ്പ് റൈറ്റർ സംവിധാനം ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത വർഷം 1962 ആണ്. അടുത്തത് വിച്ച് ഇയർ മലയാളം ടൈപ്പ് റൈറ്റർ ഇൻവെന്റഡ്. ഇപ്പൊ മലയാളം ടൈപ്പ് റൈറ്റർ NS പണ്ടാലിയാണ് ഡിസൈൻ ചെയ്തത്. അത് ഇൻവെന്റ് ചെയ്ത വർഷം 1935 1935 ഓർത്തു വെക്കുക. അടുത്തത് വിച്ച് ഇയർ ടച്ച് ടൈപ്പിംഗ് ഇൻവെന്റഡ്. ടച്ച് ടൈപ്പിംഗ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്തത് 1888 1888 അതിനുശേഷം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, വിച്ച് കമ്പനി മാനുഫാക്ചർ ദി ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ. ലോകത്തിൽ ആദ്യമായിട്ട്
എന്ത് ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേര് റെമിംഗ്ടൺ എന്നാണ്. അപ്പൊ ഈ പറയുന്ന ഇത്രയും സെഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇപ്പൊ വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടാൻ വേണ്ടി ഉഷാറായിട്ട് പഠിക്കുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇങ്ങനെ ഓരോ സിലബസിൽ ഓരോരോ ടോപ്പിക്ക് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ് ആയിട്ട് നോട്ട്സ് ആയിട്ടും എക്സാം ആയിട്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.